തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്ക് യാത്രികരെ ലാത്തി കൊണ്ടടിച്ചതായി പരാതി. അമ്പൂരി സ്വദേശികളായ സജു, അനിൽ എന്നിവർ എസ്.പിക്ക് പരാതി നൽകി. സഹോദരങ്ങളായ ഇരുവരും കാട്ടാക്കടയിൽ നിന്ന് മടങ്ങും വഴിയാണ് സംഭവം. 24 എക്സ്ക്ലൂസീവ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. മേഘ്ന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മേഘ്ന, ആ ദൃശ്യങ്ങൾ അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം വേഗത്തിൽ പോകുന്ന ബൈക്കിന് നേരെയാണ് ഈ ലാത്തി വീശുന്നത്. അപകടത്തിന് വഴിവെക്കാവുന്ന ഒരു നടപടിയാണ് പോലീസുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സംശയമില്ല. എന്താണ് ഇങ്ങനെ ഒരു ലാത്തി വീശാനുണ്ടായ സാഹചര്യം? എന്താണ് ഈ യുവാക്കൾ പറയുന്നത്? പോലീസിന്റെ വിശദീകരണം എന്ത്? തീർച്ചയായും ഗോകുൽ, പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഈ യുവാക്കൾ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങളിലും പരാതിയിലും നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം വെള്ളറടയിൽ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ രണ്ട് യുവാക്കൾ അമ്പൂരി സ്വദേശികളായിട്ടുള്ള അനിൽ, റെജി എന്നിവർ സിനിമ കണ്ടു മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഈ മഫ്തിയിലുണ്ടായിരുന്ന, യൂണിഫോമിലല്ലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. അവർ ഈ റോഡരികിൽ നിന്ന് ഈ ലാത്തി കൊണ്ട് ബൈക്കിന് നേരെ അടിക്കുന്നത്. അവരുടെ കൈക്കാണ് അടി കൊണ്ടത്. അതിലിപ്പോൾ ഈ യുവാക്കൾ പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിർത്താനുള്ള യാതൊരു സൂചനയും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അകാരണമായി വന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യുവാക്കൾ പറയുന്നത്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അങ്ങനെയാണ് SP-ക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ഈ സജി എന്ന് പറയുന്ന ആളാണ്, യുവാവാണ് വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൈക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് പോലീസ് കൈ കാണിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങളില്ല, മറിച്ച് അകാരണമായി മഫ്തിയിലുള്ള പോലീസ് ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അതിൽ ഈ അഥവാ ഈ ലാത്തി കൊണ്ടുള്ള അടി ചിലപ്പോൾ ഈ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ വലിയൊരു ദുരന്തം അവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് കൈ കാണിച്ച് നിർത്താത്തത് കൊണ്ടാണ്, വാഹനം തടയാനുള്ള ശ്രമമായിരുന്നു അത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണം. കാരണം അങ്ങനെ പോലീസ് ലാത്തി കൊണ്ട് വീശുന്നു, അത് ഈ ബൈക്ക് മറിഞ്ഞിരുന്നെങ്കിൽ അത് വലിയൊരു അപകടം അവിടെ ഉണ്ടായേനെ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സ തേടി SP-ക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പോലീസ് ഇപ്പോഴും പറയുന്നത് അത് ലാത്തി കൊണ്ട് മർദ്ദിച്ചതല്ല, മറിച്ച് കൈ കാണിച്ച് നിർത്താതെ വാഹനം പോയതാണ് എന്നുള്ളതാണ്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെയല്ല. ശരി, അതിലും അങ്ങനെ വഴിതടഞ്ഞുള്ള പരിശോധനയിലും അല്ലെങ്കിൽ പിന്തുടർന്നുള്ള ചേസിങ്ങിനും ഒക്കെ എതിരെ കോടതി വിധികളും നിർദ്ദേശങ്ങളും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ലാത്തി വീശൽ. ഏതായാലും ദൃശ്യങ്ങളടക്കം ആ യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അപകടം വരുത്തിവെക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നടപടിയാണ് ആ പോലീസുകാരന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതിൽ സംശയമില്ല. മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.